നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ വൻകിട ഭക്ഷ്യവ്യാപാരശാലകളുമായി കരാർ ഒപ്പുവച്ചിട്ടുണ്ടെന്നും കൂടുതൽ സ്ഥാപനങ്ങളെ വില കുറയ്ക്കാൻ നിർബന്ധിപ്പിക്കുമെന്നും സൗദി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അസോസിയേഷൻ അധ്യക്ഷൻ ഡോക്ടർ നാസിർ അൽ തുവൈം പറഞ്ഞു. വില കുറച്ച നിത്യോപയോഗ വസ്തുക്കളുടെ വിലവിവര പട്ടിക സംഘടനയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ സൗദി വിപണി മൂല്യം 10,000 കോടി റിയാലോളം വരുമെന്നും ഡോക്ടർ അൽ തുവൈം പറഞ്ഞു. ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ ചില്ലറ വ്യാപാര വിപണിയാണ് സൗദിയുടേത്. ലോകത്തെ ഏറ്റവും വലിയ 10 ചില്ലറ വ്യാപാര വിപണികളിൽ സൗദി അറേബ്യയും ഉൾപ്പെടും. കഴിഞ്ഞ മാസങ്ങളിൽ അരിവില പ്രാദേശിക വിപണിയിൽ 5 മുതൽ 15% വരെ വർധനവ് രേഖപ്പെടുത്തിയത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. എന്നാൽ ഗൾഫ് വിപണിയടക്കം ലോക വിപണികളിൽ അരിവില കുറയുന്ന സാഹചര്യത്തിൽ സൗദി വിപണിയിൽ അരിവിലയിലുണ്ടായ വർധനവ് നീതീകരിക്കാനാവില്ലെന്നും ഉപഭോക്തൃ സംരക്ഷണ സംഘടനാ മേധാവി ചൂണ്ടിക്കാട്ടി. സാധാരണ മാസങ്ങളിൽ താരതമ്യേന 700 കോടി റിയാൽ വരുന്ന രാജ്യത്തെ ഭക്ഷ്യവസ്തുക്കളുടെ ഉപഭോഗം റമദാനിൽ 2,000 കോടി റിയാലോളം വരും. എന്നാൽ റമദാനിൽ വാങ്ങിക്കൂട്ടുന്ന ഭക്ഷ്യവസ്തുക്കളുടെ 70% ഉപയോഗിക്കാതെ ഉപേക്ഷിക്കപ്പെടുന്നതായും അൽ തുവൈം പറഞ്ഞു. ക്രമരഹിതമായ ഉപഭോഗ സംസ്കാരമാണ് വ്യാപാരികൾക്ക് യഥേഷ്ടം വില വർദ്ധിപ്പിക്കാൻ സഹായകമാകുന്ന മുഖ്യ ഘടകമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മൂസക്കുട്ടി വെട്ടിക്കാട്ടിരി, മീഡിയ 1, ജിദ്ദ.